കാർഡാണ് ഉപയോഗിക്കുന്നത്. ഒരു ബാങ്ക് കാർഡ് ഉപയോഗിക്കാം. അതേപോലെ ട്രെച്ചാങ്കോ എന്ന് പറഞ്ഞ ഒരു കാർഡുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ എക്സിറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. കമൻറ്റ് ചെയ്യണ്ടോ ഇപ്പം എന്താണ് നാട്ടിൽ ടോളിന് ഉപയോഗിക്കണമെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അത് എക്സിറ്റാണ്, മഞ്ഞ ബോർഡ് കണ്ടത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ബൈക്കുകൾക്ക് പോകുമ്പം മഴയൊക്കെ പെയ്താൽ ഇതേപോലെ സ്ഥലം ഉണ്ടാവും, പാലത്തിൻ്റെ അടിയിൽ ഇതേപോലെ ഉണ്ടാവും. പിന്നെ അവിടെ സീറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ഫുള്ള് ബസ്സുകളും ലോറികളായിട്ട് ബസ് അവിടെ. ഗൈസ് ഈ കാണുന്ന ഫുള്ള് എന്താണ് എണ്ണത്തോട്ടാട്ടോ. എണ്ണത്തിൻ്റെ ഇതാണ് ഫാമാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ ഫുള്ള് അതേപോലെ തന്നെയാണ്. ഫുള്ള് അതേപോലെ തന്നെയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഏകദേശം എത്താനായിക്കണം. പിന്നെ ഇവിടെ ഗോൾഫിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഗോൾഫിൻ്റെ സ്ഥലമാണ്, ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. ഗോൾഫാണ് കേട്ടോ ഇത് ഫുള്ള്. ഇവിടെ കണ്ട ഗോൾഫാണ്. പിന്നെ ഹൈവേ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് 6 വരിപ്പാത കേട്ടോ. അത് മൂന്നും 6 വരിപ്പാതയിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഇത് വേറൊരു ഹോട്ടലാണ് ഇവിടെ. കുറേ പോയപ്പോൾ കുറേ വട്ടം കണ്ട ഒരു ബിൽഡിങ്ങാണ്, പക്ഷെ ഇത് ഹോട്ടലാണ്. ഗൈസ് അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റ് അങ്ങനെ ടോളെത്തി എത്താനായിട്ട് ഗൈസ്. എത്താനായി കണ്ടില്ല ഗൈസ്. ടോളിലെത്തി ടോൾ കൊടുത്ത് നമ്മൾ എക്സിറ്റ് അടിച്ചു. മലയാക്കേക്ക് പോകണം. മലയാക്കേന്ന് നേരെ ബോട്ട് വിളിച്ച് പൂള ബസാറിൽ പോകും. അങ്ങനെ അതാണ് നമ്മളെ പരിപാടി കേട്ടോ ഗൈസ്. അങ്ങനെ ഒരാൾ ഉറങ്ങിയില്ലേ, നീറ്റ് വെച്ചാൽ ഉറങ്ങിയ നീറ്റിട്ടാം. അപ്പോൾ ഇത് പട്ടത്തോളം ഇറങ്ങി ഞാൻ മലയൊക്കെ പോയിട്ട് ബോട്ട് കയറണം. അവിടുത്തെ പാർലമെൻറ്റാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. മലയാളത്തെ പാർലമെൻറ്റാന്ന് തോന്നുന്നു. പിന്നെ ഒക്കെ വൃത്തിയൊക്കെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നാഷണൽ ഡേ ഉണ്ട്. ഫുള്ള് വൃത്തിയൊക്കെ ഭംഗിൻ്റെ കാണാനിപ്പം. അങ്ങനെ എന്തെങ്കിലും ഇവിടെ തന്നെയാണ് എന്നാണ് രാജമന്ത്രി പറയുന്നത്. ഫുള്ള് മോർട്ടാക്കൻ്റെ കൊടി നാഷണൽ ഡേൻ്റെ കൊടി ഫുള്ള് തൂക്കുന്നത്. അങ്ങനെ മലയൊക്കെ എത്താനായിട്ടോ.
ഇവിടെ എന്തോ പരിപാടി എടുക്കുന്നത് മല നാഷണൽ ഡേ ആയിട്ട് കേട്ടോ. ഈ യൂണിവേഴ്സിറ്റി എടുത്തല്ലേ യൂണിവേഴ്സിറ്റി കേട്ടോ ഗൈസ്. എടുക്കാം എടുക്കാം പറ്റാനായിട്ട് ഗൈസ്. എന്താ ആവശ്യത്തിന് നിർത്തി കേട്ടോ. KFC 2 കിലോമീറ്റർ തന്നെയുണ്ട്. പിന്നെ മെഡോണ വലിയ ഇവിടുത്തെ വലിയ മാളല്ലേ, അവിടേക്ക് ഉണ്ട്. ഞങ്ങളെ കൊണ്ടൊക്കെ സഞ്ചരിത്ത് എത്ര വട്ടമായി നമ്മൾ അവിടെ കൂടി പോയിണ്ടാകും. ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളങ്ങനെ ഏകദേശം എത്താനായി. ഇത് കൊടുത്ത് ഫയർ പോലീസിന്റെ ഓഫീസ് അല്ല, എന്താണ് ഫയർ പോലീസിന്റെ കേട്ടോ ഓഫീസാണ്. ഇവിടുത്തെ ഫയർ പോലീസിന്റെ നമ്പർ 999 നമ്മുടെ നാട്ടിൽ 100 അല്ലേ. ഇവിടെ സ്മില മലയാളി പറഞ്ഞ മലയാളി ഇവിടുത്തെ ഭാഷ പറഞ്ഞത്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമ്മൾ വരുമ്പോ ഇവിടുന്ന് ഐസ്ക്രീം അടിച്ചത് അന്ന് നമ്മൾ വരുമ്പോ ഈ കടയിൽ നിന്നല്ല ഐസ്ക്രീം അടിച്ചത് ആണ്. അന്ന് ഇങ്ങനെ വന്നാണ്ട് ഉള്ളിൽ കയറി ഇവിടെ ഒരു മിസ്റ്റഡി ആണ്. നമ്മളന്ന് കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് വരുമ്പോ മലയാക്കന്ന് വരുമ്പോ നമ്മളെന്നിട്ട് ഇപ്പൊ നമുക്ക് വിലയുള്ള ഐസ്ക്രീം മേടിച്ചിരുന്നു. നമ്മള് ചെറിയൊരു ഗ്രാമത്തിൽ എത്തിക്കും. നമ്മളൊരു ചെറിയ ഗ്രാമത്തിലെത്തി. പോലീസാണ് ഇവിടെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഒരൊറ്റ വീട്. പിന്നെ നല്ല പൈസ ഉള്ള ആൾക്കാരും ഉണ്ട്. ഇതുകൊണ്ട കണ്ടില്ലേ, നല്ല പൈസ ഉള്ള ആൾക്കാരും കൂടാണ്. ചോല വീട്ടിലാകെ 3-4 ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ. ഇവിടുത്തെ മിക്ക വീടും അങ്ങനെയാണ്. 4-5 ചട്ടി ഉണ്ടാവും. 4 ജോലിക്കാരുണ്ട്, അവിടെ നിൽക്കുന്നവരുണ്ട്. ഒക്കെ കൂടി 4 ആൾക്കാർ മാത്രമേ ഉണ്ടാവും. അടുത്ത് ഓരോന്ന് ഉണ്ടാക്കി പോട്ടെ. നാട്ടില് 2 അട്ടി വീട് ഉണ്ടാക്കണത് എത്രയോ നല്ലതാണ്. ഒരട്ടി വീട് ഉണ്ടാക്കണത് കാലിന് കഴിയാന്ന് പറഞ്ഞ ഒറ്റ ഒന്നും മേലെ കയറില്ല. ആകെ പൊടി പിടിച്ച് നാശം. മിനി കൂപ്പർ ഇതിലേത് വണ്ടിയിലാ? ആ വണ്ടിയിലാട്ടോ നമ്മള് വന്നീന്ന്. ആ കാണില്ലേ ബാറ്ററി വണ്ടിന്ന് നമ്മള് വന്നീന്ന് കേട്ടോ. നമ്മളാണ്. പിന്നെ ടെസ്ലൊക്കെ ബാറ്ററി ടെസ്ല ഉണ്ടോ പൊറോട്ടോളില്? ടെസ്ല വേറെ കമ്പനിയാണ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ പെട്രോൾ പമ്പുണ്ട്. മൂത്രയ്ക്കണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരെല്ലാരും വേറെ റോഡ് കൊണ്ടാണ് വരുന്നത്. നമ്മൾ ഈ വഴി കൂടി നേരി പോകുന്നു. അപ്പം ഇവിടെ സ്കൂള്, ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്ത് ഒരു പള്ളി ഉറപ്പായിട്ടുണ്ടാവും. പള്ളി എല്ലാ ഗവൺമെന്റ് സ്കൂളിന്റെ ഉറപ്പായിട്ട് എടുത്തൊരു പള്ളി ഉണ്ടാവുന്നു. ഇതാണ് ഇവിടുത്തെ സ്കൂൾ ഉണ്ടാവുക. ഇതാണ് ഇവിടുത്തെ പള്ളി. അത് നമ്മളിവിടെ അല്ലേ ചുമ്മാ സ്കെച്ചിനെ അല്ലേ? അല്ല 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 അതെ അല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫോണിൽ ചാർജില്ല കേട്ടോ. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് ഇനി കാണിച്ചു എടുത്ത ഫോൺ ഓഫാവും. അപ്പം നമ്മളൊരു മരത്തിന്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. വയനാട് ലുക്കുള്ള സ്ഥലത്തല്ലേ പോകുന്നത് ഗൈസ്. വയനാട് ഞാൻ പോയിട്ടില്ല, ആണ് തള്ളന്നെ ബാക്കിലൊക്കെ ഗൈസ് ഫുള്ള് മരമുണ്ട്. നല്ല രസമില്ല. ഇങ്ങനെ ആക്കിയെടുത്താണ് കേട്ടോ ഗൈസ്, നല്ല രസമുണ്ട്. ഇവിടെ ഒരു ചൈനീസ് അമ്പലമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ അടുത്ത് കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു സ്ഥലത്ത് കൂടി ആയിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീരെ ചാർജിൻ്റെ എന്നാണ്, തീരെ ചാർജ് 100% എപ്പോഴും ഓഫാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ഇനി പവർ ബാങ്ക് എത്തിയിട്ട് എൻ്റെ മറ്റേ കാറിലാണ് പവർ ബാങ്കും സാധനങ്ങളൊക്കെ ഉള്ളതായിട്ട് വേണം. എന്നിട്ട് ബോട്ട് കയറിനൊക്കെ വീഡിയോ എടുക്കണ്ടേ ഗൈസ്? വീഡിയോ എടുക്കണ്ടേ? അതേ വീഡിയോ എടുക്കണം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാറങ്ങിട്ട് ഓടുന്നു.
ഭക്ഷണം കഴിക്കാനാണ് തട്ടുകടയിൽ കയറിയാണ്. തട്ടുകടയിലേക്ക് ഒന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഇപ്പോൾ അവിടെ എത്തിട്ടോ, മലാക്കാൻ തന്നെ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ ദുഹൂറ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ നമ്മൾ ദുഹൂറ് സ്കരിച്ചു. ഇതാട്ടോ വണ്ടി വേസ് ദുഹൂറ് സ്കരിച്ചു. ഒക്കെ റെഡിയായി. നമ്മൾ നേരത്തെ വന്നപ്പോൾ ആദ്യം 11 മണിക്ക് വന്നപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം 2 മണിക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. ദുഹൂറ് സ്കരിച്ചു. അങ്ങനെ 2 മണി ആയിക്കണ്. ഇവാട്ട് ബോട്ട് പോകാൻ പോകണ്ടോ. ബോട്ട് പോകാൻ പോവാണ്. ഗൈസ് വാലുണ്ട് ഗൈസ്. സോറി. ഓക്കെ അങ്ങനെ വണ്ടി ഇവിടെ നിർത്തിട്ടോ. ഞാൻ അവിടുന്ന് അവിടെ ബോട്ട് ഉണ്ടാവുക. ബോട്ട് കയറി കണ്ട് അവിടെ പോകണം. മലയൊക്കെ പൂള ബസാറിൽ പോകണം കേട്ടോ. ഇതിവിടുത്തെ സീ ഫുഡ് സ്ഥലമാണ് കട. സീ ഫുഡ് വൈകുന്നേരം തുറക്കും. ഫുള്ള് പടച്ചുകാണ്. ഉച്ചക്കൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവും. വൈകുന്നേരം എല്ലാ ആളുണ്ടാവും കേട്ടോ. ഇവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ പൂള ബസാർ അവിടെ പൂള പോയിക്കാണ്. ദ്വീപിക്ക് പോയ ആൾക്കാരുണ്ടോ. പിന്നെ ആ പള്ളി സുറാവുമാണ്. ജുമാസ്കരിക്കാത്ത പള്ളിയാണ് കേട്ടോ അത്. ആണത്. അങ്ങനെ ഞങ്ങളവിടുന്ന് ദുഹറസ്കരിച്ചു. ഞാൻ തന്നെ ബാങ്ക് കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഒരു കഥ. ഇത് ഇവിടുത്തെ കൂടിയാട്ടോ ഗൈസ്. ഇത് ഇവിടുത്തെ ഇനിഗരീത്തെ കൂടിയാണ്. മലാക്ക നല്ല സ്ഥലത്തെ കൂടിയാണ്. എന്താണ് ഫ്ലാഗ് കണ്ടോ ഗൈസ്. അങ്ങനെ ഫ്ലാഗ് ഓരോ സ്ഥലത്തും ഓരോരുത്തരും ഫ്ലാഗ് ഉണ്ട് കേട്ടോ. മലാക്ക ജൗഹറിന് വേറെ ഫ്ലാഗ് ഉണ്ട്. അങ്ങനെയാണ്. നാട്ടിലുണ്ട് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മളെ കേരളത്തിൽ വേറെ ഫ്ലാഗ് അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഗൈസ്. ഹലോ ഗൈസ്, ഇവിടെ മോഡലാണ്. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് മോഡലായിരിക്കാം. വീടിന്റെ മുമ്പിൽ വന്നാട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് നമ്മള് ഇപ്പൊ മലക്കൊക്കെ പോകാൻ പോവുകയാണ്. കളിക്കും. എന്താ കാണിക്ക് നോക്കട്ടെ. താന്ത്രേ പിന്നെ ഒരാളിത് ഇതിനുള്ള കൂടെ കാണിട്ടിരിക്കുന്നത്. ഗൈസ് ഒന്ന് കടല് കാണിച്ചിട്ട് കേട്ടോ ഗൈസ്. തീരെ വെള്ളമില്ല, ഒരു പൊടി വെള്ളമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പോകാൻ പറ്റത്. കണ്ടില്ലേ, സാധാരണ വെള്ളം ഉണ്ടാവണം. ഈ സ്റ്റെപ്പ് വരെ ഉണ്ടാവലുണ്ട് സാധാരണ. പക്ഷെ തീരെ വെള്ളമില്ല കേട്ടോ. കണ്ടില്ലേ. ഇവിടെ ഫുള്ള് പെയിന്റ് കൊടുത്ത ആൾക്കാരാട്ടത്. കമ്പനി പറഞ്ഞാണ്ട് പ്രുഡുവ എന്നുള്ള കമ്പനി ഇവിടുത്തെ പറഞ്ഞാണ്ട് പെയിന്റ് കൊടുക്കുകയാണ്. അതുപോലെ കമ്പനി സ്പോൺസർ ചെയ്തട്ടോ. ഒരു പൊടി വെള്ളമില്ല എന്നാണ് പൊടിയല്ല. ആ കാണുന്ന ദ്വീപൊക്കെ തന്നെ നമ്മൾ പക്ഷെ എങ്ങനെ കാണുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവണം. പക്ഷെ കുറെ പോവാണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അതാണ് അതിൻ്റെ ഒരു അത്. യെസ്, ഇപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ. എന്താണ് പൂള ബസാറിന്റെ മാപ്പ്, ദ്വീപിന്റെ മാപ്പ്, ഇതിന്റെ ചരിത്രങ്ങൾ. ഇതാണ് കേട്ടോ പൂള ബസാർ. ഇതിന്റെ ചരിത്രങ്ങളാണ് ഇതൊക്കെ. വീടാളോ അത് പണ്ടത്തെ എന്തോ കേട്ടോ. വില്ലേജ് ആക്കിയേക്കണം. അവിടെ നിക്കാനൊക്കെ പറ്റുമല്ലേ. വില്ലേജ് അല്ല, ഹോട്ടല്. ഹോട്ടലാക്കിയിരുന്നു കേട്ടോ. അതെ ഗൈസ്, നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഇട്ടിട്ട് അപ്പൊ കാണിച്ചുതരാം. അടിപൊളിയുണ്ട് ഗൈസ്, നമുക്ക് കാണിച്ചിട്ടോ. കണ്ടില്ലേ, ഒരു സോറി ഗൈസ്, സോറി ഒരു വെള്ളം പോലും ഇല്ല. കണ്ടോ എങ്ങനെ പൂട്ട് പോകാനാ ഗൈസ്. നോക്കുക, പൂട്ടി വെള്ളം ഇല്ലാണ്ട് ഇറക്കണം. അപ്പോൾ പൂട്ട് പോലും മീനൊക്കെ. അപ്പോൾ ഇതാണ് വ്യൂ പോയിന്റ്. അപ്പോട്ട് എത്തണം നമ്മൾ. ഇന്നത്തൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഗൈസ്. അമ്മാതിരിയാണ്. വന്നെത്തൂല നമ്മൾ. കണ്ടില്ല, ഒരു പൂട്ടി വെള്ളമില്ല. ഞാൻ അവിടുന്ന് കുറേ ദൂരത്തുനിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ടാട്ടോ എടുത്തത് ഈ വ്യൂ. ഇടക്കാക്കെ പൊലിഞ്ഞെടുക്കുകയാണേ. അതുകൊണ്ട് എഴുതിയിരിക്കണ് കിസലമ്പത്തേൻ. ഓ അടിപൊളി പഴയ കമ്പി. അത് പഴയ ബോട്ട് ഇങ്ങനെ ആക്കി എടുത്താൻ തോന്നുന്നുണ്ട്. അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒക്കെ പൊളിഞ്ഞാണ് താഴെ കിടക്കണ്ട. അപ്പോൾ പെട്ടെന്ന് പോവാം.
അപ്പോൾ ഇതൊരു ഹോട്ടലാട്ടോ, ഇവിടുത്തെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മളിങ്ങനെ ബോട്ട് കയറി ചായ ദീപിക്ക് വന്നിട്ടോ ഗൈസ്. ഞങ്ങൾ ഫൈനലി ബോട്ട് കയറിയിരിക്കുന്നു. പിന്നെ വെള്ളം കുറച്ച് കയറി നമ്മള് പോവാണ്. അതിന്റെ അടിയത്തെ ചെടി വരെ മേലോട്ടേക്ക് പൊന്തിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ തീരെ വെള്ളമല്ല ഗൈസ്. അത് നോക്കിപ്പോ ആ കൊക്കിന് വരെ നടക്കാം. കൊക്കിന് വരെ നടക്കാനുള്ള വെള്ളമുള്ളൂ കേട്ടോ ഗൈസ് ഇതില്. ചാടി കുളിച്ച വെള്ളം ഉണ്ടായിന്. വെള്ളം ഇല്ലാത്തോണ്ട് ഗൈസ് കുടുങ്ങിയിരിക്കുകയാണ് അവിടെ. നമ്മളും ഇവിടെ കുടുങ്ങിട്ടോ. നമ്മളും കുടുങ്ങിയതോ. അയ്യ കുറച്ചു നേരം നമുക്ക് ബോട്ടിലിരിക്കാൻ പറ്റും. കണ്ട തീരെ വെള്ളമില്ല. ഏത് ഇവിടെ എഴുതിയിരിക്കുന്നത് സുരക്ഷയ്ക്കായിട്ട് ജാക്കറ്റ് ഇടുക. പക്ഷെ ഇവിടുത്തെ ബോട്ടുകാർ നമുക്ക് ജാക്കറ്റ് തരില്ല. എന്നാലും പേരും മഴത്ത് ഞങ്ങള് തിരിച്ച് അവിടേക്ക് തന്നെ പോയതിന് വിട്ടാ ഞങ്ങള് വന്നിടത്തേക്ക് തന്നെ. അപ്പൊ ഇവിടുത്തെ രണ്ട് എന്താണ് പറയാ ആൾക്കാരും ഇതിട്ട്, ഇവിടുത്തെ രണ്ട് പൈലറ്റാളെന്നല്ല ഇപ്പൊ ആ ഡ്രൈവേഴ്സ് ആളും ഇതിട്ട് ജാക്കറ്റ്. പക്ഷെ ഞങ്ങൾക്കോ ജാക്കറ്റ് ഒരു തന്നില്ല. സ്വന്തം പോവാൻ നോക്കാണ്. കണ്ടില്ല എഴുതിയേക്കണം. ഓരോ സ്വന്തം ഇതിന് പോലെ ജാക്കറ്റ് ഇടുന്നു. ബോട്ട് അനങ്ങണില്ല കേട്ടോ. നമ്മളെ ബോട്ട് സ്പീഡിൽ പോകണുണ്ടോ ഇനി അവിടെ എത്തിയിട്ട് കാണാം. എന്താന്ന് വെച്ചാല് ഫോൺ പറഞ്ഞു പോയിണ്ട് കഴിഞ്ഞ കഥ ഗൈസ്. പിന്നെ ഫോണും കിട്ടൂല, ഇനി ഒന്നും മേടിച്ചു തരൂല്ല. എത്രാമത്തെ ഫോണാന്നറിയോ ഗൈസ് നമുക്ക്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. അതാണ് ദ്വീപ്. അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ പൂള ബസാറിലെത്തി ഗൈസ്. അങ്ങനെ ഇവിടെ ലാസ്റ്റ് ഇവിടെ എത്തി. ഇനി നമുക്ക് അവിടെ മക്കാം, അവിടെ പോകണം ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ഇത് ഫുള്ള് വീഡിയോ നമുക്ക് കാണിക്കാനോ പോകുന്നറിയില്ല മക്കാം വരെ. എന്ന് വെച്ചാൽ ഇത് തീരെ ചാർജില്ല കേട്ടോ, 3% ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. ഞാൻ തിരിച്ചു വരുമ്പോൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പള്ളിക്കൊന്ന് ചാർജ് ഫുള്ളാക്കും. ഓക്കെ ഗൈസ്. ഓക്കെ, ഞാൻ മോട്ടർ എടുക്കാൻ പോട്ടെ. പിന്നെ അവിടെ പാർക്ക് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ ഗൈസ്. നോക്കൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ ഗൈസ്. രസല്ലേ? നമ്മളിറങ്ങിയ ബോട്ട് അതാ പോണു തിരിച്ച്. ഇവിടെ ഉണ്ടായി നാളെ കൊണ്ട് അതുപോലെ പോയി തിരിച്ച്. ഇവിടെ തന്നെ മേലെ വേറെ ഉണ്ട്. ഇത് അക്കോറിയം കേട്ടോ ഇവിടുത്തെ കൊറിയം. ഇവിടെ കുറെ സ്പോർട്സ് കളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തുണ്ട്. ടാറ്റോ അടിക്കുക, അതേപോലെ ഹിന്ദുക്കൾ വന്നാണ്ട് ഇവിടെ മന്ദിരിക്കുക, അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. നല്ല മുട്ടം ഫൈനായിട്ടാണ് കിട്ടുന്ന കാശ്. 2000 റിങ്കിറ്റാണ് ഇവിടുത്തെ ഫൈൻ വരുന്നത്. ഇവിടെ മുമ്പ് ഒരു പാർക്ക് ഉണ്ടായിരുന്നു കാശ്. മറ്റേ ഇവിടെ ഒരു മുമ്പ് പാർക്ക് ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു മുമ്പ്. മൈൻ 3 ഇപ്പൊ പുതിയ കയറ്റി. അവിടെ ടെന്റിന്റെ ഒക്കെ കയറി ചെലപ്പം. ഇതൊക്കെ പുതിയത് കയറ്റി കേട്ടോ ഗൈസ്. ഇവിടെ മുമ്പ് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പാർക്കൊക്കെ പൊട്ടിച്ചാണ്. ഓരോരുത്തർ ടെന്റ് വെക്കാന്. എന്തിനാ എന്റെ ഉമ്മ പറഞ്ഞൊന്ന് പോയോട്ടെ. ഫ്ലഗ് ഒക്കെ ഉണ്ട്. ഫ്ലഗ് കാര്യങ്ങൾ നമുക്ക് വേണ്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ടെന്റിന്റെ സ്ഥലമാണിത്. ഇവ അടിപൊളിയാക്കിങ്ങനെ. മുമ്പ് ഇതൊന്നും ഇവിടെ ഉണ്ടായില്ല കേട്ടോ. ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മ ഫ്ലഗ്. ഫോൺ കുത്തിച്ചാലോ? ഓക്കെ ബൈ കുഞ്ഞ. അപ്പൊ ഗൈസ് ഇപ്പൊ ഫോൺ ഓഫ് ആവും. ഒരു ബാത്റൂം വൃത്തിയമാണല്ലേ.
ആ ഇടങ്ങാറില്ല. ഒരു ടെന്റിന് ഒരു ബാത്റൂം. ആ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പൊ. പൈസ കൊടുക്കണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. CCTV വെക്കതാ. പിന്നെ മോൾ കൂടി പോണം. മോൾ കൂടി പോയി കേട്ടോ. അവിടെ കൂടി പോയിട്ട് അവിടെ മക്കാമൊക്കെ തന്നെ കേട്ടോ. അത് അവിടെ വെച്ച് ഓഫായി പോയിന്നേന് എന്നോട് ക്ഷമിക്കണം ഗൈസ്. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഫുള്ള് വ്യൂ കാണിച്ചിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുള്ള വ്യൂ കാണാൻ നിൽക്കണല്ലോ ഗൈസ്. ഒരു പൊടി വെള്ളമില്ല കേട്ടോ. ഒരു പൊടി വെള്ളമല്ല എന്ന് പറഞ്ഞാൽ പൊടി വെള്ളമില്ല. ഇതിന്റെ കയറ്റം കയറി അവിടെ ബാഗും ഉണ്ട്. ഭയങ്കര ക്ഷീണം കേട്ടോ ഗൈസ്. നമ്മളവിടെ വരെ പോയിട്ട് മക്കാമ് കാണണം, സലാം പറയണം. എന്നിട്ട് അവിടെ ഒരു ഹോട്ടലിന്റെ ഭക്ഷണം കഴിക്കണം. നമ്മൾ വിചാരിക്കുക എന്താ 4 മണിക്കൂർ ഭക്ഷണം അല്ല ഗൈസ്. നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇതാണ് പള്ളി കേട്ടോ. നേരത്തെ ഫോൺ ഓഫായി പോയിട്ടുണ്ട്. ഇവിടെ ബാത്റൂം പൈസ കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഭക്ഷണം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുകയാണ്. ഓക്കെ ഗൈസ്. അങ്ങനെ ഇവിടൊക്കെ പുതിയതായിട്ട് പണഞ്ഞാട്ടോ. ഇതൊക്കെ പുതിയതാണ്. ഇവിടെ കസാല ഫുള്ള് പുതിയതാട്ടോ. അതൊക്കെ സെറ്റപ്പ് ആക്കിക്കണ്. അത് മക്കാമ്. അതാണ് കേട്ടോ മക്കാമ്. പിന്നെ ഇത് അതിന്റെ മക്കാമിന്റെ അടുത്തുള്ള വള്ളി ഉതിർക്കുന്ന സ്ഥലം, പെണ്ണുങ്ങൾക്കുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇത് സെക്യൂരിറ്റി ഗാർഡ് ഹൗസ് ഉണ്ടോ ഗൈസ്. അത് വേറെ ഉപ്പ മരിച്ചെടുക്കാണ്. പിന്നെ കാക്ക ബൈക്ക് കൊണ്ടുപോവാ. ഓക്കെ അല്ലേ കുഞ്ഞാ? കാക്ക ബൈക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തേലും പറയാ അവിടെ എന്തേലും പറയാ ഹോട്ടൽ ഉണ്ട്. അത് അതിന്റെ ഉള്ളിൽ കാണാം. അതല്ലേ അതിന്റെ ഉള്ളിൽ റിസോർട്ടാണ്. റിസോർട്ട് ഇവിടെ വേണ്ട അത്രയും എന്തായാലും പറയാ കള്ളൊടുക്കരുത് എന്നൊക്കെ എഴുതി വെച്ചാണ്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു മക്കാമുണ്ട്. ഇവിടെ ബൈക്ക് വാടക കിട്ടും. ഞാൻ കാണിച്ചു കൊടുത്തല്ലോ ബൈക്ക് വാടക കിട്ടിട്ടോ അവിടെ ഗൈസ്. ഇപ്പൊ ചാവിതായി എടുക്കണം. ഇപ്പൊ അതുമ്മേ നമുക്ക് എടുത്താണ്ട് പോയാലോ? നമ്മളെ വണ്ടിയോടെ നമ്മളെ വണ്ടി അവിടെ കൊണ്ടുവച്ചു. അപ്പൊ എത്ര നേരം നമ്മളടുത്ത് അല്ലല്ല നമ്മളിപ്പോ പോയി എടുക്കും കളിച്ചാന്. ഓക്കെ ഓക്കെ കമോൺ ലെറ്റ്സ് ടേക്ക് മോർ. ബൈക്ക് ഓടിക്കാൻ പറ്റൂ. അത് അപ്പൊ അത്ര വലിയ കാര്യം. പിടിക്ക് ക്യാമറ. അയിമ തന്നെ അല്ലേ? ഞാനുണ്ട്. ഇതോ ക്യാമറ നേരം പോലെ പിടിച്ച് കാണിക്കും. ഇനി ഞാനുണ്ട്. അവിടെ വരെ ഞാനുണ്ട് അവിടേക്ക്. ഇതാണ് കേട്ടോ ഗൈസ് റെസ്റ്റോറന്റ്. ഇതാണ് റെസ്റ്റോറന്റ്. ഭക്ഷണം എന്തുണ്ടോന്ന് ചോദിക്കണം. ഇപ്പൊ ഗൈസ് നമ്മള് തിരിച്ച് നടക്കാട്ടോ ഗൈസ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം ഇല്ലാത്ത പ്രശ്നം. പിന്നെ നമ്മള് തിരിച്ചവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും. ഇതാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് നേരത്തെ വന്നിരുന്നു. ഫോൺ ഓഫായപ്പോൾ ഒന്നും കാട്ടാൻ കഴിഞ്ഞില്ല. ഇതിവിടെ ഭക്ഷണ സ്ഥലം. അവിടെ ബൈക്ക് ഫുള്ള് കണ്ടില്ലേ? അത് ബൈക്ക് വാടക കൊടുക്കുന്ന സ്ഥലം. ഇതാണ് കടലിൽ അങ്ങനെ വെള്ളം കയറി. പിന്നെ ഇവിടെ ബാത്റൂം പൈസ കൊടുക്കണം കേട്ടോ. ഇവിടെ അല്ലേ ബാത്റൂം പൈസ കൊടുക്കണം. പള്ളീൻ്റെ ബാത്റൂം പോലും ഇല്ല. അതിന് വരെ പൈസ കൊടുക്കണം കേട്ടോ. അതങ്ങനെ പൈസ കൊടുത്ത് ഇമാമ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയാണ് കേട്ടോ ഗൈസ്. പക്ഷെ അവിടെ കണ്ടതിനേക്കാൾ ബാത്റൂം നല്ലത് ഇവിടെ ഉണ്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചടക്കുന്നുണ്ട്. ഇതാ ഇവിടെ അമ്മമ്മതാ പിന്നെ 2 ആൾ ബാക്കിലതാ. നമ്മൾ നടക്കുന്നു. എൻ്റെ ഉപ്പപ്പാനെ ബൈക്കിൽ കൊണ്ടാക്കാൻ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഉപ്പപ്പാൻ്റെ കാല് ഭയങ്കര
വേറെന്തോ നീര് വന്നിട്ട് ആ ഭയങ്കര ഇതാണ് പൊന്തി കെടുക്കാൻ സിഗരറ്റ് വലിച്ചിട്ടോ. ഇപ്പോഴും നിർത്തിയിട്ടില്ല. അതപ്പച്ചി വരുന്നുണ്ട്, വാപ്പ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. വാപ്പക്ക് ക്യാമറന്റെ മുമ്പിൽ നിൽക്കുന്ന ഇഷ്ടമില്ല, അപ്പൊ ഞാൻ കട്ടാക്കണം. ഞാൻ എന്റെ അപ്പച്ചി ബൈക്ക് തന്നില്ല, ബൈക്കും കൊണ്ട് അങ്ങോട്ട് ഓല കൊണ്ടാക്കാൻ പോകട്ടോ. അവിടെ തലക്കെ നമ്മൾ ആദ്യം വന്നില്ലേ അവിടെ ഇറക്കാൻ പോവാണ്. അപ്പൊ ചിലപ്പോ ഞാൻ അവിടെ കരയിലെത്തിയാല് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നേക്കാരം. എന്താന്ന് വെച്ചാല് തിരിച്ചു പോവല്ലേ, അത് നമ്മള് വരുമ്പോ അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും വീഡിയോ ഓഫാക്കും, അല്ലെങ്കിൽ ഓഫാക്കൂല. ഇപ്പൊ വീഡിയോ ഓഫാക്കൂട്ടോ ഗൈസ്, അല്ലെങ്കിൽ ഓഫാക്കൂല. എങ്ങനെ കാണിച്ചിട്ട് പുറത്തേക്കൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കണം. പിന്നെ കാറ് അങ്ങനെ നമ്മൾ ആദ്യം വന്നില്ലേ അവിടെ കൊണ്ടുപോയി കാറ് കൊടുക്കണം, എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ബൈക്ക് കൊണ്ടുവരുന്നുണ്ട്, ആ ബൈക്കും കൊണ്ടുവരുന്നുണ്ട്. അപ്പാക്കും ഉമ്മാക്കും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ഇഷ്ടമില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ഇഷ്ടമായിക്കോളും. സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടി വരുമ്പോൾ ഇഷ്ടമായിക്കോളും. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്, 100 സബ്സ്ക്രൈബേഴ്സ് കൂടി കേട്ടോ ഗൈസ്. അതെ പിന്നെ അമ്മമ്മ ഉണ്ട്. ഫൈനലി ഞങ്ങള് വീട്ടിലെത്തിട്ടോ ഗൈസ്. സോറി ക്യാമ്പൊന്നും ഇടട്ടെ. ഫൈനലി ഞങ്ങള് വീട്ടിലെത്തി. ഇതെന്തായെന്ന് വെച്ചാൽ ഞങ്ങള് തിരിച്ച് ബോട്ട് കയറി, സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബോട്ട് കയറി. അത് കഴിഞ്ഞിട്ട് വണ്ടി കയറി ഭയങ്കര ക്ഷീണമാണ്ടോ, അപ്പം തന്നെ ഉറങ്ങിപ്പോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോണിലും കളിച്ച് കണ്ടപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഭക്ഷണം കഴിച്ചു. പിന്നെ അവിടുന്ന് വീണ്ടും കാറ് കയറി. പിന്നെ മലാക്കയെന്ന് പുളകസറിന സ്ഥലത്ത് നിന്ന് പോലെ അപ്പപ്പാൻ്റെ അമ്മൂമ്മേൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു, രാത്രിയത്തെ ഭക്ഷണം. അപ്പം സമയത്രാണ് 2 മണി ആയതുകൊണ്ടുണ്ട്. രാത്രിത്തെ സമയം ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവിടുന്ന് യാസീനൊക്കെ ഒന്ന് ഓതിയാണ്ട് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വീട്ടിൽ പോകുന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി. ഇപ്പം തന്നെ റൂമ് കെടുക്കാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.